കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേസിൻ്റെ അടുത്ത ഘട്ടവുമായി ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു MC കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു. MC കേസിൻ്റെ ഒപ്പം ഒരു MP കേസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഈ കേസിനുള്ള മറുപടി എത്ര ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യണമെന്നുള്ളത് പറഞ്ഞു. MC കേസിൽ ഭാര്യയുടെ ഭാഗത്തു നിന്നാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കോടതിയെ നമ്മളത് അറിയിക്കണം. അത് അറിയിക്കുവാനായിട്ട് RCR എന്ന് പറയുന്ന ഒരു കേസ് ഫയൽ ചെയ്യേണ്ട വിധത്തെ പറ്റി സംസാരിച്ചു. RCR ഫയൽ ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കോടതി വിധികൾ നമ്മളവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം ഈ പറയുന്ന താൽക്കാലിക ചെലവിനുള്ള തുക 3000 രൂപയായി കുറച്ചത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ RCR ഫയൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭർത്താവിനെതിരെ കൊടുത്തിട്ടുള്ളത് ഒരു കള്ളക്കേസാണ് എന്നുള്ളതും അതിൽ പറഞ്ഞിട്ടുള്ള MC കേസിൽ പറഞ്ഞിട്ടുള്ള സ്വർണവും മറ്റു കാര്യങ്ങളും എല്ലാം നുണയാണ് എന്ന് 100% ഉറപ്പുള്ളതിനാൽ ഇതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഭാര്യയ്ക്കും ഭാര്യയുടെ വീട്ടുകാർക്കും എതിരെയായിട്ട് നമുക്കൊരു സിവിൽ ഡിഫേമേഷൻ കേസ് അല്ലെങ്കിൽ സിവിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാം എന്നുള്ളത് തീരുമാനിച്ചത്. അപ്പോൾ ഇങ്ങനൊരു കേസ് ഫയൽ ചെയ്യുമ്പോൾ അത് ഏത് കോടതിയിൽ, അതായത് ഫാമിലി കോടതിയിൽ നമുക്കൊരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ പല ആൾക്കാരും പറഞ്ഞു ഫയൽ ചെയ്യാൻ പറ്റില്ല, ഒരു കാരണവശാലും ഫയൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കോടതി ഒരിക്കലും ആ ഒരു കേസ്, കാരണം സ്ത്രീകൾക്ക് എതിരായിട്ടുള്ളൊരു മാനനഷ്ട കേസാണല്ലോ, അതൊരിക്കലും എടുക്കാനായിട്ട് കോടതി സാധിക്കില്ല, അല്ലെങ്കിൽ കോടതി അനുവദിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എങ്കിലും ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് നമ്മളത് ഫയൽ ചെയ്യാനായിട്ട് തീരുമാനിക്കാനുണ്ടായിട്ടുള്ളത്. കാരണം പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ വക്കീലുമാർ ആരും തന്നെ ഇതുവരെ ഒരു സിവിൽ ഡിഫേമേഷൻ കേസ് ഫാമിലി കോടതിയിൽ ഫയൽ ചെയ്തിട്ടില്ല എന്ന് തുറന്ന് പറഞ്ഞതുകൊണ്ട് എന്തുവന്നാലും വിരോധമില്ല എന്നൊരു ഉറപ്പിൽ ഒരു സിവിൽ ഡിഫേമേഷൻ കേസ് കോടതിയിൽ ഫയൽ ചെയ്യാനായിട്ട് നമ്മുടെ കക്ഷിയുമായി സംസാരിച്ച് നമ്മൾക്ക് കക്ഷിയുടെ താല്പര്യപ്രകാരം നമ്മളത് കോടതിയിൽ കൊടുത്തു. പക്ഷേ കോടതി ഒരിക്കലും അതിനെ റിജക്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ആ ഡിഫേമേഷൻ കേസ് കോടതി സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട് നിങ്ങളുടെ പേരിലുള്ളതൊരു കള്ളക്കേസാണ്, ഫാമിലി കോടതി കേസാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡിഫേമേഷൻ കേസ് ഫയൽ ചെയ്യാം. ഒപ്പം തന്നെ ആ ഡിഫേമേഷൻ കേസിൽ നമ്മൾ 25 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് കോടതിയിൽ നമ്മൾ ആവശ്യപ്പെട്ടത്. അത് മാത്രമല്ല, ആ നഷ്ടപരിഹാര തുക കിട്ടുവാനായിട്ട് ഭാര്യയുടെ അമ്മയുടെ പേരിലുള്ള ഒരു വീടും പ്രോപ്പർട്ടിയുമാണ് അറ്റാച്ച് ചെയ്യുവാനായിട്ടുള്ള ഒരു കേസും കൂടി നമ്മൾ ഒരു IA പെറ്റീഷനായിട്ട് കോടതിയിൽ ഫയൽ ചെയ്തു. ആ IA പെറ്റീഷനും ആ അറ്റാച്ച്മെൻറ്റും കോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ട് നമ്മുടെ കക്ഷിക്ക് ലഭിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ മാനനഷ്ട കേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 തരത്തിലുള്ള കേസുകളാണുള്ളത്. ഒന്നില്ലെങ്കിൽ നമുക്കൊരു ക്രിമിനൽ ഡിഫേമേഷൻ കേസ് ഫയൽ ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ ഒരു സിവിൽ ഡിഫേമേഷൻ കേസും ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. സിവിൽ ഡിഫേമേഷൻ കേസാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള നഷ്ടത്തിന് നഷ്ടപരിഹാരമാണ് സാധാരണ, സാമ്പത്തികമായിട്ടുള്ള ഒരു പരിഹാരമാണ് സിവിൽ മാനനഷ്ട കേസിലൂടെ ലഭിക്കുക. എന്നാൽ ഒരു ക്രിമിനൽ ഡിഫേമേഷൻ കേസ് ആണ് എന്നുണ്ടെങ്കിൽ നഷ്ടപരിഹാരവും അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡാമേജ് വരുത്തിയ ആളുകൾക്ക് എതിരെ അവർക്ക് അർഹമായിട്ടുള്ള ഒരു ജയിൽ ശിക്ഷയും കോടതിയുടെ ഭാഗത്തു നിന്ന്, അത് ആണായാലും വിരോധമില്ല പെണ്ണായാലും വിരോധമില്ല, ലഭിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. ഈ സിവിൽ ഡിഫാമേഷൻ കേസിൽ ഭാര്യയ്ക്ക് സ്വത്തില്ല എന്നുണ്ടെങ്കിൽ ഭാര്യയുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ അനിയത്തിയുടെയോ സഹോദരന്മാരുടെയോ പേരുള്ള സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യുവാനായിട്ട് നമുക്ക് കോടതിയിൽ ഫയൽ ചെയ്യാം. അങ്ങനെ ഫയൽ ചെയ്യുമ്പോൾ ഈ പറയുന്ന സ്ത്രീ ഒന്നാം കക്ഷിയായും ഇപ്പം അറ്റാച്ച്മെൻറ്റ് ചെയ്യേണ്ട പ്രോപ്പർട്ടി ഉള്ള ആളുടെ വ്യക്തി എന്ന് പറയുന്നത് രണ്ടാമത്തെ കക്ഷിയുമായിട്ടാണ് നമ്മൾ ഈ കോടതിയിൽ കേസ് ഫയൽ ചെയ്യേണ്ടത്. അങ്ങനെ കേസ് ഫയൽ ചെയ്യുമ്പോൾ ആരുടെ പ്രോപ്പർട്ടിയാണോ നിങ്ങൾ അറ്റാച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രോപ്പർട്ടിയുടെ
ആധാരത്തിൻ്റെ സർട്ടിഫൈഡ് കോപ്പിയും നമ്മൾ എന്ത് ചെയ്യണം, കോടതിയിൽ ഈ IA പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതായത് അതിൻ്റെ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് അതിരുകൾ ആരൊക്കെയാണ്, ആ പ്രോപ്പർട്ടി ആരുടെ പേരിലാണ്, സർവേ നമ്പർ എത്രയാണ്, ആധാരത്തിൻ്റെ നമ്പർ എത്രയാണ്, അത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് മുഴുവനും വെച്ചുകൊണ്ട് വേണം അറ്റാച്ച്മെൻറ്റ് ചെയ്യിപ്പിക്കുവാനായിട്ട് ഫാമിലി കോടതിയിൽ നമ്മളതിൻ്റെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ടത്. അങ്ങനെ ആപ്ലിക്കേഷൻ IA പെറ്റീഷനായിട്ട് ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് IA പെറ്റീഷൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ പ്രകാരം 4 ആഴ്ച അല്ലെങ്കിൽ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ അറ്റാച്ച്മെൻറ്റ് നടത്തി പുറത്തേക്ക് വരുവാനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ കള്ള കേസ് കൊടുക്കുന്നവർക്കെതിരെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഫാമിലി കോടതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ദ ബെസ്റ്റ് മെത്തേഡ്